നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് കേരള എംപിമാരോട് അമിത്ഷാ ഉറപ്പു നൽകി. SNDP യോഗം മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ ചുമതല വീണ്ടും S. ശശിധരൻ IPSന്. അന്വേഷണ സംഘത്തിന്റെ തലവനായി S. ശശിധരൻ തുടരേണ്ടത് അനിവാര്യമെന്ന് ഹൈക്കോടതി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പരാതിയെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസാണിത്. VS അന്തരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് S. ശശിധരനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരാവസ്ഥ തുറന്നുപറഞ്ഞ ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ്. മാലേങ്കാവ് സ്ഫോടനക്കേസിൽ പ്രതികളായ 7 പേരെയും വെറുതെ വിട്ട് NIA കോടതി. സ്കൂൾ വേനലവധിക്ക് പകരം മഴക്കാലാവധി നൽകുന്നത് ചർച്ചയാക്കാമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയിൽ രാജ്യതാൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.